ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert. സ്റ്റേജൊക്കെ കണ്ടിട്ട് എങ്ങനെ വന്നു? സൂപ്പർ. സമയം അവിടെ നാട്ടിൽ 5 മണിയായി. അപ്പോൾ നിങ്ങളിവിടെ നിൽക്കുവാണല്ലേ? അതെ. ആ ഒരു ടീം വർക്ക് നല്ല തണുപ്പുള്ള സമയം. ഇപ്പം നാട്ടിൽ മൂന്നാറൊക്കെ പോയൊരു ഫീലാണോ? തീർച്ചയായിട്ടും. ഞാൻ മാത്രമല്ലല്ലോ, നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ നാളെ പെർഫോം ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാം. വെരി ഗുഡ്. അതെ, ഭംഗിയായിട്ട് നാളെ എന്നുള്ളതല്ല, ഇന്ന്. അതെ, ഇന്ന്. അതെ, ഇപ്പം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്കിത്. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പൊളിക്കും നമ്മൾ. തീർച്ചയായിട്ടും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ്. എല്ലാവരും ഇന്നത് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റേജിൽ വന്ന് വീണ്ടും റിഹേഴ്സൽ ടെസ്റ്റ് ചെയ്യുന്നു. സോ ഇതൊരു സംഭവമാണല്ലോ, ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടി ഒരു സംഭവമായി മാറണമല്ലോ. കാരണം ഞങ്ങളുടെയും ഒരു അഭിമാന പ്രശ്നമാണ്. ഒരു ചരിത്ര സംഭവമാകട്ടെ. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളുടെയൊക്കെ ഇപ്പം ട്രഷറാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ സമയത്ത് ഇത്ര ഒരു ഷോ നടത്താൻ പറ്റിയത് ഗംഭീര സംഭവമായി മാറട്ടെ. ഇനി നിങ്ങളുടെയൊക്കെ പ്രൊജക്റ്റ് ഒരു സിനിമയിലേക്ക് മാറട്ടെ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. അല്ല, ഒരു അടുത്ത ഞങ്ങൾ സിനിമയാണ്. ഇത് കഴിയട്ടെ. അല്ലേ? അങ്ങനല്ലേ, അടുത്ത സിനിമ നിർമ്മാണത്തിലേക്കാണ് പോട്ടെ. നിർമ്മാതാക്കളുടെ സംഘടന കൈ ചേർത്ത് ഒരു സിനിമ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഓക്കെ. അല്ല ഈ ഫോണിൽ അല്ല, പക്ഷെ ഇവർക്ക് ഒരു അടിപൊളിയായിട്ട് ഇത്ര കൺഫ്യൂഷൻസ് അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇതിന് കൂടുതലായി. ഒരു ഹൈദരാലി ചേട്ടനോടൊപ്പം നമ്മുടെ പ്രാക്ടീസ് സംഘം ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാലി ചേട്ടൻ്റെ ഈ ഒരു എനർജിക്ക് മുന്നിൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എങ്ങനെ നിങ്ങൾക്കിത് സാധിക്കുന്നു? എങ്ങനെ നിങ്ങൾക്കിത് സാധിക്കുന്നു, ഈ എനർജി? അല്ല, നമ്മൾ ഒരു ടീമായിട്ട് വന്നല്ലേ. അപ്പം ടീമായിട്ട് വന്നാൽ നമ്മൾ എത്ര മണി വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ സമയത്തൊക്കെ നമ്മൾ നിൽക്കാന്നുള്ളതാണ്. നിങ്ങളൊപ്പം ഞങ്ങൾ 5 മണി വരെ നിന്ന, ഞാൻ 6 മണി വരെ നിൽക്കും. ഓ, ഇതുപോലൊരു റിപ്പോർട്ടർ എവിടെ കിട്ടും? വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇതൊന്ന് അയച്ചാൽ നിൽക്കും. നെറ്റില്ല, ഞാനേ റൂമിൽ ചെന്നിട്ട് വൈഫൈ കിട്ടിയിട്ട് അയക്കാം. എനിക്ക് ഹോട്ട്സ്പോട്ട് വരും. ഹോട്ട്സ്പോട്ട് ഉണ്ടോ ആരുടെങ്കിലും കയ്യിൽ? ഷേതയുടെ അടുത്തുണ്ട്. ഹോട്ട്സ്പോട്ട് ഉണ്ടോ?